കേന്ദ്ര ഏജൻസികളെയോ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞാൽ ഏതൊക്കെ ശക്തമായ വകുപ്പുകളാണ് അവർക്ക് നേരെ വരിക എന്നറിയാമോ? ഒന്നാമതായി BNX സെക്ഷൻ 221. മുൻപ് IPC ആയിരുന്നപ്പോൾ ഇത് 186 ആയിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും 3 മാസം വരെ തടവോ അല്ലെങ്കിൽ 2500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചെറിയൊരു ശിക്ഷയായിട്ട് തോന്നിയേക്കാം, എന്നാൽ ഇത് തുടക്കം മാത്രമാണ്, പുറകെ വരുന്നുണ്ട്. രണ്ടാമതായി BNX സെക്ഷൻ 132 പ്രകാരം ഇത് മുൻപ് IPCയിലെ 353 ആയിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കായികമായി ഉപദ്രവിക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ക്രിമിനൽ ബലം ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കുകയോ ചെയ്താൽ ഈ കടുത്ത വകുപ്പ് അയാൾക്കെതിരെ ചുമത്താം. ഈ വകുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നോൺ ബൈലബിൾ ആണ്, അതായത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നാണ്. ഇതിന് കോടതിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുകയുമില്ല. മൂന്നാമതായി BNX സെക്ഷൻ 121, മുൻപ് അത് IPC 332 ആയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ മനഃപൂർവ്വം പരിക്കേൽപ്പിച്ചാൽ ചാർജ് ചെയ്യപ്പെടുന്ന ഏറ്റവും കടുത്ത വകുപ്പ് ഇത്. ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ വകുപ്പാണ് വരുന്നത്. ഈ വകുപ്പുകൾ കൂടാതെ നിയമവിരുദ്ധമായി സംഘം ചേരൽ, അൺലോഫുൾ അസംബ്ലി, പൊതുമുതൽ നശിപ്പിക്കൽ, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് എന്നീ കുറ്റങ്ങളും ഇതിലേക്ക് അധികമായി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ സംഗതി ഗൗരവമാവും. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാതൃകകളിലൊന്നായ പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി സംഭവം ഓർക്കേണ്ടത്. അവിടെയും സമാനമായ രീതിയിൽ റേഷൻ തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പോയ ED ഉദ്യോഗസ്ഥരെ ഒരു പ്രാദേശിക നേതാവിന്റെ ഗുണ്ടകൾ വളഞ്ഞിട്ട് ക്രൂരമായി ആക്രമിച്ചിരുന്നു. സംസ്ഥാന പോലീസ് അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മടിച്ചപ്പോൾ കൽക്കട്ട ഹൈക്കോടതി നേരിട്ടിടപെടുകയും അക്രമക്കേസിന്റെ അന്വേഷണം മുഴുവനായി CBIക്ക് കൈമാറുകയും ചെയ്തു. ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ആ ഹർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കേരളത്തിൽ ഇന്നലെ നടന്ന ആ സംഭവത്തിലും ഇത് തന്നെ വേണമെങ്കിൽ ആവർത്തിക്കാം. അക്രമം കാണിച്ചവർക്കെതിരെ സംസ്ഥാന പോലീസ് വിമുഖത കാണിച്ചാൽ EDക്ക് നേരിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം. കോടതി ഇടപെട്ട് ഈ ആക്രമണ കേസ് പ്രത്യേക CBI ടീമിനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിക്കോ വിട്ടുകൊടുത്താൽ അക്രമത്തിൽ പങ്കെടുത്ത നേതാക്കളും അണികളും ഉൾപ്പെടെ എല്ലാവരും ഉള്ളിലാവും. മറ്റൊരു പ്രധാന കാര്യം, അന്വേഷണ ഏജൻസികളെ ഇത്തരത്തിൽ തടയുന്നത് യഥാർത്ഥത്തിൽ പ്രതികൾക്ക് വലിയ ദോഷമാണ് ചെയ്യുന്നത്. നിയമപരമായി ഏതൊരു പ്രതിക്കും അന്വേഷണത്തോട് സഹകരിക്കാനും ജാമ്യത്തിനായി അപേക്ഷിക്കാൻ അവകാശമുണ്ടെന്നുള്ള സത്യമാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ അക്രമം കാണിച്ചു തടഞ്ഞാൽ ഏജൻസികൾക്ക് കോടതിയിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വാദിക്കാം: പ്രതികൾ സ്വാധീനമുള്ളവരാണ്, അണികളെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന്. ഇത് കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയാനും കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങാനും ഏജൻസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. രാഷ്ട്രീയ ആവേശത്തിൽ വണ്ടി തല്ലിപ്പൊളിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ നേതാക്കൾ കൂടിയാണ്. നിയമം എപ്പോഴും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അതിനെ കായിക ബലം കൊണ്ടോ ആൾക്കൂട്ടം കൊണ്ടോ തടയാൻ നോക്കിയാൽ അത്തരം പ്രവണതകളെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന കാര്യം മറക്കരുത്, പ്രത്യേകിച്ചും BNS പോലുള്ള കർശനമായ നിയമങ്ങൾ രാജ്യത്തുള്ളപ്പോൾ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്താണ്? രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടയുന്ന രീതിയിലേക്ക് പോകാൻ പാടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക.